അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലമായിട്ട് വളരെ സജീവമായിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ റീൽസുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പല റീൽസുകളുടെയും വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശ കച്ചവടം പൊടിപിടിക്കും. സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ കുറേ റീൽസ് ഉണ്ട്. അത് ഇവിടെ ഇന്ത്യയിലുള്ളതാണ്, ധാരാളമുണ്ട്. അപ്പോൾ ഈ കേരളത്തിലാണ് അനിൽ രാമചന്ദ്രനെ പോലെയുള്ള കിങ് മേക്കർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉള്ളതുണ്ട്. പുള്ളി ഓഫ്ലൈനായിട്ട് നടത്തുന്നു, ഓൺലൈൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു അഭിഷേക് ഗുരുവായൂർ, ഫിലോ കാലിയ, അങ്ങനെ ധാരാളം ഉപദേശക വൃന്ദങ്ങൾ ഇവിടെ എല്ലായിടത്തും. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ആൾ ദൈവങ്ങളുണ്ടായിരുന്നു. അതായത് കൃഷ്ണമൂർത്തി, ഓഷോ, അല്ലെ ഇപ്പോൾ ആധുനിക കാലത്തിലുള്ള മാതാ അമൃതാനന്ദമായി, രവിശങ്കർ, അതുപോലെ തന്നെ സത്യസായി ബാബ, ഇവരൊക്കെ കുറേ ആളുകളെ കൂടി അന്ന് കുറച്ചുകൂടി ഓഫ്ലൈനായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഓൺലൈൻ അവരുടെയും സംഘങ്ങളുണ്ട്. പക്ഷേ അവരുടെക്കാളും കൂടുതൽ ഇപ്പോൾ ഈ ഒരു രീതി ഉപദേശക കച്ചവടത്തിൽ മിന്നി നിൽക്കുന്നത് ചെറുപ്പക്കാരാണ്. ഈയിടെ ഒരു ലേഡി വന്നിട്ട് പറയുക, എടാ നീ നിന്നെ പരിവസിച്ചതിന് മുമ്പിലൊക്കെ നീ വലുതായ ആളായി കാണിക്കടാ, ഇങ്ങനെ ഒരു ചൂടാകുന്ന രീതിയിൽ ഉപദേശിക്കുന്നു. അപ്പോൾ പല രീതിയിലുള്ള ഉപദേശങ്ങൾ. അതുപോലെ തന്നെ മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു. പിന്നെ കാലിഫോർണിയ ഒരു മലയാളി. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഉപദേശിക്കാനായിട്ട് തുനിയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഉപദേശം മനുഷ്യന് ആവശ്യമായി എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമുക്ക് ആർക്കും ഒരു മനുഷ്യനെ ജനിക്കുമ്പോൾ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ് മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവന് മറ്റുള്ളവർ ഉപദേശം ആവശ്യമാണ്. ഒരു പശുവും മറ്റൊരു പശുവിൽ നിന്നൊരു ഉപദേശം സ്വീകരിക്കുന്നതായി കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു മൃഗവും ഒരു സിംഹം വേറൊരു സിംഹത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നില്ല. അത് അതിൽ നാച്ചുറലായിട്ടുള്ള അതിനുള്ള ചോദനകളുണ്ട്. അത് വെച്ച് അത് പെരുമാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ മനുഷ്യന് ഉപദേശം ആവശ്യമാണ്. ഉപദേശത്തനുസരിച്ച് മാറുന്നുണ്ട്. പക്ഷേ അതിന് കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യൻ സമൂഹജീവിയായി മാറിയതുകൊണ്ടാണ്. സമൂഹജീവിതം നയിക്കുന്ന ജീവികളുണ്ട്, അതായത് തേനീച്ചകൾ. പക്ഷെ അവർക്കും അവരുടേതായുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട്. അത് വിട്ടവർ പെരുമാറുന്നില്ല. അതേസമയം സമൂഹജീവിയായ മനുഷ്യൻ സമൂഹത്തിനെതിരായിട്ട് പെരുമാറുന്നുണ്ട്, സമൂഹത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കെതിരായിട്ട് മാറുന്നു. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ലാതെ, എങ്ങനെ ജീവിക്കണം എന്നറിയത്തില്ലാതെ ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അതുതന്നെയാണ് മനുഷ്യൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും അവൻ്റെ ഒരു തരത്തിലുള്ള അവൻ്റെ ശാപവും മറ്റൊരു തരത്തിൽ അവൻ്റെ അനുഗ്രഹവും ഈ ഒരു അവസ്ഥയാണ്. അത് മുതലാക്കിക്കൊണ്ടാണ് ഈ ഉപദേശക കച്ചവടം പൊടിപിടിക്കുന്നത്. പക്ഷേ ഉപദേശം ആവശ്യമാണ്. പക്ഷേ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകും. അതിന് വേണ്ടത് നമ്മൾ ഈ തിരക്കുകളിൽ നിന്നും ഒച്ചപ്പാടുകളിൽ നിന്നുമൊക്കെ മാറി ഒരു സ്ഥലത്തിരുന്ന് ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.